കറക്റ്റ് സമയത്ത് അനീഷ ഈ പ്രോപ്പർട്ടി കൊടുക്കാത്തോണ്ട് ഇവന്മാര് തന്നെ പണി കണ്ടോ. ഞാനത് ഇറങ്ങി വരട്ടെ, തരാൻ കേട്ടോ. നടു ഇറങ്ങി പോ. ഞാൻ വേലായുധൻ. ഈ പുറകെ കാണുന്ന പുഴ കണ്ടോ, അതെന്റെ അമ്മയാ. ഈ പുഴ ചെന്ന് ചേരുന്ന അറബിക്കടൽ, അതാ എന്റെ അച്ഛൻ. അപ്പൊ ആ ഫ്രണ്ടിൽ കൂടെ വരുന്ന കനാലോ? അത് നിന്റെ അച്ഛൻ. എന്നെ കല്ലാലേക്ക് ചോദിച്ചിട്ടുള്ളോ എന്നെ കാണാൻ നേരത്ത്? വേലായുധ, കേരളപ്പേട്ടനല്ലേ അത്? ഈ കേളപ്പേട്ടനുള്ള തടി കിട്ടിയോടാ മോനെ വേലായുധ. കേളപ്പേട്ട, ഈ വേലായുധന് ജീവനുള്ളിടത്തോളം കാലം പേടിക്കേണ്ട ആവശ്യമില്ല. ഈ തടിയാട്ട വേലായുധം വരൂ. നിങ്ങളെ കവലച്ചെന്ന ആളെ കൂട്ടിക്കോ. മോനെ വേട്ടവളിയോ? വേട്ടാവളിയനോ? മോനെ വേലായുധ. പൊട്ടത്തര കേട്ടിട്ട് വല്യമ്പേരാന്ന് തോന്നുന്നു. വല്യമ്പേരെ, മാനസമൈനി വരൂ മധുരം ഉള്ളിൽ തരൂ. ഇത് ചെമ്മീനല്ല, നരനാ. നരനായാലും കൊള്ളാം, നരിയായാലും കൊള്ളാം. എന്റെ താളത്തിന് ചൂട് വെക്കാൻ എനിക്ക് ഈ പാട്ട് മസ്റ്റാ. പിന്നെ താളത്തിന് ചൂട് വെക്കാൻ വേണ്ടി ആശാചരത്തല്ലേ വന്ന് നിൽക്കുന്നത്? തകിട തകിട. വല്യമ്പേരെ, ഇതത്തെ വല്യമ്പേരെ നെഞ്ചത്തൊക്കെ പൂമ്പാറ്റ വെച്ചോണ്ട് വന്നിരിക്കുന്നത്? ഞാൻ മധുസാറാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒറ്റ ഒരെണ്ണം വിശ്വസിക്കുന്നില്ല. അതിനുവേണ്ടി പൂമ്പാറ്റ സെറ്റ് ചെയ്തതാണ്. പൂമ്പാറ്റ തെറ്റ് ചെയ്ത മധുസാറെന്ന് എങ്ങനെ മനസ്സിലാവുന്നേ? മധു നുകരാനല്ലേടാ പൂമ്പാറ്റ വരുന്നത്. ശരി വല്യമ്പേരെ, ഞാൻ വേലായുധൻ, കല്ലേ മുള്ളി വേലായുധൻ. എന്നിട്ട് കാലേ തെറിച്ചോ? മുള്ളം കൊല്ലി വേലായുധൻ. അമ്പേരെ, ആ പുഴ കണ്ടോ? ആ കാണുന്ന പുഴ എന്റെ അമ്മയാ. നിർത്തടാ പാട്ടി. നീ ചെവിക്കാത്ത കറുത്ത പാട് കണ്ടോ? ആ ഹെഡ്സെറ്റൊക്കെ മേടിച്ചോ? ഹെഡ്സെറ്റ് അല്ല, ഈ പുഴിഞ്ഞ കഥ കേട്ട് ചെവിക്കാത്ത തഴമ്പ് വന്നാണ്. നിന്റെ അമ്മയുടെ ബാക്കി കഥ പറയടാ. വല്യമ്പേരെ, ആ പുഴ കരയണ കണ്ടാൽ അതുപോലെ കണ്ട് ഞാൻ കൂടെ കരയും. ആ പുഴ ചിരിക്കണ കണ്ടാൽ അതുപോലെ അതിന്റെ കൂടെ ഞാൻ ചിരിക്കും. ഓഹോ, അതാണ് വല്യമ്പേരെ എന്റെ മാതൃസ്നേഹം. അതിന്റെ മാതൃസ്നേഹം എന്നല്ല പറയുന്നത്, പിന്നെ സ്പോട്ട് ഡബിങ്. നീ കോട്ടന്റേഴ്സിന്റെ കൂടെ വൺമാൻ ഷോയ്ക്ക് പോകും, അതായിരിക്കും നല്ലത്. ദാസേട്ടാ, ദാസേട്ടന് അല്ല ഞാനും അല്ല ദേവരാജൻ വല്യമ്പേര് ഫിഗർ കിട്ടിയിട്ട്. വല്യമ്പേര്, എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ വല്യമ്പേരെ? നീ എന്താടാ ഷാപ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്? വല്യമ്പേരെ, ഞാൻ അവനോട് ഒരു കള്ള് ചോദിച്ചപ്പോഴത്തേക്ക് പറ്റി തീർക്കാതെ കള്ള് തരില്ല എന്ന് പറഞ്ഞു. പട്ടി പറ്റി തീർത്തിട്ട് വേണ്ടടാ കള്ളു കുടിക്കാൻ. അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ആദ്യം ഇവിടുത്തെ പറ്റി തീർക്കും. നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട് എനിക്ക് അവര് കള്ളു തരുന്നില്ല. ഞാൻ കള്ളു കുടിക്കാൻ ഷാപ്പിൽ കയറാറില്ല. പിന്നെ മുഖം പേശിലാണോ അങ്ങോട്ട് ചെന്ന് കയറുന്നത്? അതല്ല, പിന്നെ രാത്രി ഒരു നേരം കപ്പ് കഴിക്കണം, അത് മസ്റ്റാണ്. രാത്രി കപ്പോന്നില്ല, നിങ്ങളല്ല പന്നിയലിയോ മുട്ടാപ്പോക്ക് ന്യായം പറയല്ലേ? അതവിടെ ഇല്ലായിരുന്നല്ലോ. എന്നത്? മുട്ട പപ്സ്. കുത്തി ഒളിച്ചിങ്ങി വരുവായിരുന്നു, അങ്ങ് ചാടാവായിരുന്നു. എടാ ഇതിന് തെളിവിന് വേണ്ടി നീ ആ കീരിയെ വിളിച്ചു വരുത്ത്. ഇപ്പോഴോ? കീരിയെ വിളിച്ചു വരുത്തണം. ഈ ഉച്ചയ്ക്കോ? വേണം വേണം വേണം. നീ എന്തോ വിവരക്കേട് അടയ്ക്കാണി. കീരിയെ വിളിച്ചു വരയ്ക്കാൻ പറഞ്ഞു. കീരിവാസനെ വിളിച്ചിട്ട് അവനെ കൊണ്ട് സത്യം അറിയുന്നുള്ള സത്യം പറയിപ്പിക്കാൻ. പുള്ളിയെ വിളിച്ച് വരുത്തരുത്. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം ഉള്ള പച്ചത്തെറി പറയും. മോനെ വേലായുധ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. പണ്ട് നിനക്ക് പനി പിടിച്ചു കിടന്ന സമയത്ത് നെറ്റിയിൽ ഒരു നനഞ്ഞ തുണി വിരിച്ചു തന്നവനായി ഈ കേളപ്പേട്ടൻ. പിന്നെ പനി പിടിച്ച് കിടക്കാൻ നെറ്റിയ തുണിയല്ല, പിന്നെ പാ വിരിച്ചു കേളപ്പ. ഒരു സമാധാനമില്ലെന്ന്. നേരം വെളുക്കുമ്പോ തൊട്ട് പുള്ളിക്ക് തടി വേണമെന്ന് പറഞ്ഞോണ്ടെങ്കിൽ ബഹളവാ. ഈ പുള്ളിയുടെ വിളി കാരണം അളിയനത് കേൾക്കണേ. നമ്പ്യാരിത് കേൾക്കണം. ഈ പുള്ളിയുടെ വിളി കാരണം ഞാൻ വാട്സപ്പിൽ ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്തു, ഫേസ്ബുക്ക് ഞാൻ റദ്ദാക്കി, പിന്നെ അത് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതെടുത്ത് ദൂരെ കളഞ്ഞു. പിന്നെ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ കാണിക്കാത്ത പണിയാ ഈ പുള്ളി കാണിക്കുന്നത്. എന്ത് കാണിച്ചു? ഗൂഗിൾ പേ വഴി ചാറ്റ് ചെയ്തേക്കുന്നത്. നിന്റെ തടി എന്താ എന്നും ചോദിച്ചോണ്ട്. എനിക്കറിയാൻ മേലഞ്ഞിട്ടോ ഇതിന് മാത്രം തടി തിന്നാൻ പുള്ളി ചെതലാണോ? പുള്ളി ഒരു സമാധാനം ഇല്ലാത്തത്. നീ ടെൻഷൻ അടിക്കണ്ട മാർക്കോസേ, ഞാൻ വന്നതേ ഇസ്രായേലിൻ ഞാൻ അതല്ല പറഞ്ഞത്. വല്യമ്പേരെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. വേറൊന്നുമല്ല, ഈ പ്രാവശ്യം കുത്തി ഒലിച്ചു വരുന്ന മഴവെള്ള പാച്ചിലില് അരേ കയറ് കെട്ടാതെ ആ ചുഴിക്കകത്തോട്ട് ഇറങ്ങി നിലവിൽ ആ കയത്തി കിടന്ന് എനിക്കൊരു മുട്ടക്കാട്ടൻ തടി പിടിക്കണം. അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ വല്യമ്പേരെ? വിളഞ്ഞ കപ്പളങ്ങ തോരൻ വെച്ച് കൂട്ടിയാ മതി. കപ്പളങ്ങ തിന്നുന്ന എന്തിനാ? ഇങ്ങനത്തെ ഒരു ക്രിമികടിക്ക് അതാണ് ബെറ്റ്. എടാ ഞാനൊരു കാര്യം പറയാം. മുള്ളങ്കാവില് കൊടിയേറി നിന്നെ തല്ലിത്തോപ്പിക്കാനായിട്ട് പഞ്ചായത്ത് പിരിവിട്ട് ഗുണ്ടകളെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം.
ഇനിയും പുറം പാർട്ടിയുടെ കളിയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. വല്യപ്പേരെ ആ, വേലായുധനയുടെ ജീവനോടിരിക്കുമ്പം ഒരു വരുത്തനും ഈ മുള്ളംകൊല്ലി വന്ന് ബഹളം ഉണ്ടാക്കില്ല. അത് വേണം. അത് വേലായുധന്റെ വാക്കാ. ഓ പോടാ. അത് വേലായുധന്റെ വാക്കാ. കൊച്ചനെ പോടാ. ഇത് വേലായുധന്റെ വാക്കാ. വെക്ക്. നിക്കവിടെ. നിക്കടാ അവിടെ. ഫസ്റ്റ് വാച്ചിങ് ഞാൻ. എന്റെ നമ്പ്യാരെ, ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നതല്ല. അത് വേലായുധന്റെ ഒരു സ്റ്റൈലാണ്. ഞാൻ ഈ സ്റ്റൈലും ക്രിക്കറ്റ് കളിയായിട്ട് നടന്നാ മതിയോ? നിനക്കൊരു കല്യാണമൊക്കെ കളിക്കണ്ടടാ. നമ്പ്യാരെ, ആദ്യം ഞാൻ എന്റെ സ്വന്തം കാലിൽ ഒന്ന് നിൽക്കട്ടെ. ഇതിപ്പോ റെന്റാണോ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നമ്പ്യാരെ, ഞാനിപ്പോ ഒരു കല്യാണം എന്ന് പറഞ്ഞാ ഒരാളെ ഭയങ്കര ഇഷ്ടാ. സ്നേഹമൊക്കെ ഉണ്ടല്ലടാ. ആരാ? മിയ. അങ്ങനെ മിയ. നീ ആ ഷാപ്പിൽ കിടന്ന് കറങ്ങിയപ്പോഴേ തോന്നിയാ പൂച്ചയെ വളയ്ക്കുന്നു. അല്ലെന്ന്. പിന്നെ മിയാവെന്ന് പറഞ്ഞു. മിയാവെന്ന് പറഞ്ഞ അങ്ങനല്ലെന്ന്. പിന്നെ പാലായിലുള്ള ഒരു പെങ്കൊച്ചുണ്ട്, ആ നിക്കുന്നത്. മിയാവു. ആ പെണ്ണിനെ എനിക്കൊരു പ്രേമുണ്ട്. നീ അതിനെ കെട്ടണ്ട. കേളപ്പന്റെ ഇളയ മകളുണ്ടല്ലോ, അവളെ കല്യാണം കഴിച്ചിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു 3 സെന്റ് സ്ഥലമുണ്ട്. അത് ആ രാജേഷിനെ കൊണ്ട് തന്നെ എഴുതി മേടിപ്പിക്കണം. നിങ്ങളുടെ സ്ഥലമല്ലേ, നിങ്ങളെന്നല്ലേ എഴുതി തരേണ്ടത്? എനിക്കിങ്ങനെ കെട്ടിച്ചമ്മിങ് നടക്കാനേ അറിയത്തുള്ളൂ, എഴുത്തും വായന അറിയത്തില്ല പട്ടി. വല്യപ്പേരെ, ഇപ്പൊ ഒരു 3 സെന്റ് സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ വേലായുധന്റെ കയ്യിൽ ഒന്നുമില്ല അങ്ങോട്ട് പൈസയായിട്ട് തരാൻ. വേലായുധാ, വല്യപ്പേരെ, നീ എനിക്ക് ജനിക്കാതെ പോയ മകനാടാ. നിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു കഴിഞ്ഞാൽ അതിലിപ്പോ ഞാൻ തൂങ്ങിക്കാവുന്നതാണ് നല്ലത്. അതുകൊണ്ട് അമ്മണിയമ്മയുടെ തൈക്കട കൊടുത്താൽ മതി, ഞാൻ മേടിച്ചോളാം. ഞാൻ പറഞ്ഞ അതല്ല, എനിക്ക് ആദ്യം എന്റെ സ്വന്തം കാലിൽ ഒന്ന് നിൽക്കണം. എന്നിട്ട് ഈ മുള്ളംകൊല്ലിയിലെ രാജാവായിട്ട് ജീവിക്കണം. അതിന് എനിക്കൊരു നല്ല കോള് വരണം. ഒരു കോള് വരുന്നുണ്ടല്ലോ. കോള് വന്നോ? ഫോണിനകത്ത് കോള്. ഇവനെന്തിനാ പഞ്ചായത്ത് മെമ്പറാണല്ലോ വിളിക്കുന്നത്? ഹലോ ഹലോ. ആ വേലായുധാ, വേലായുധാ. പ്ലന്തോയോ? അല്ല, വായ വെള്ളം കയറിയതാ. എടാ ഇങ്ങോട്ടാ. നീ എന്തിനാ വെള്ളത്തിൽ ചാടിയത്? നീ എന്തിനാ വെള്ളത്തിൽ ചാടിയെന്ന് പറഞ്ഞ കോള് വന്നിട്ടുണ്ടെന്ന്. എടാ പഞ്ചായത്ത് പ്രസിഡന്റ് കോള് വന്നെന്നല്ലേ പറഞ്ഞത്? വെള്ളത്തിൽ ചീങ്കണ്ണി ഉറങ്ങിയിട്ടുണ്ട്, ആരും വെള്ളത്തോട്ട് ഇറങ്ങരുന്ന് പറയാനാ പുള്ളി വിളിച്ചതെന്ന്. എടാ നീ തടി കൊണ്ട് വന്നിട്ടുണ്ടോന്ന്? എടാ പട്ടി, നീ ആ ജംഗ്ഷനിലോട്ട് ഒരു നീല പടുത 2 കസാര എടുത്തിടാ. ചീങ്കണ്ണി തിന്ന് തീർത്ത എന്റെ തടിയായിട്ട് ഇപ്പൊ ആള് വരൂടാ. സത്യം.